വെറും 6 മാസം കൊണ്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്നൊക്കെ കേട്ട് ഒരു അംഗീകാരവും ലഭിക്കാത്ത സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ വാങ്ങിക്കുന്ന സർട്ടിഫിക്കറ്റ് വെറും ഒരു കടലാസ് കഷ്ണം മാത്രമായി പോകരുത്. PSC UGC അംഗീകാരത്തോടു കൂടി ഒരു കേന്ദ്ര ഗവൺമെന്റ് ഡിഗ്രിയാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. ഏറ്റവും ലളിതമായ പഠന രീതിയിലൂടെ പ്രായപരിധിയില്ലാതെ കേരളത്തിൽ എവിടെയിരുന്നും പരീക്ഷ എഴുതി BA, BCom, DBA, BSW എന്ന കോഴ്സുകളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാം ബാസ് സ്റ്റഡി സെന്ററിലൂടെ. ജോയിൻ നൗ. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അസൈൻമെന്റിന്റെ ടൈം ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അസൈൻമെന്റ് റിട്ടേൺ ചെയ്യുമ്പോൾ അതിന് ഫ്രണ്ടിൽ വെക്കാനുള്ള ഫേസിംഗ് ഷീറ്റ് അറ്റാച്ച് ചെയ്യണം എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഒരു ഫേസിംഗ് ഷീറ്റ് അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അസൈൻമെന്റിന്റെ ടൈമാണ്. അപ്പോൾ അസൈൻമെന്റ് എല്ലാവരും റിട്ടേൺ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് അസൈൻമെന്റിന്റെ ഫ്രണ്ട് പേജിൽ വെക്കാനായിട്ട് നമുക്ക് ഫേസിംഗ് ഷീറ്റ് വരുന്നുണ്ട്. ആ ഫേസിംഗ് ഷീറ്റ് നമുക്ക് 10 മാർക്കിന്റെ ഫേസിംഗ് ഷീറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ 15 മാർക്കിന്റെ ഫേസിംഗ് ഷീറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു 10 മാർക്കിൻ്റെതാണോ അല്ലെങ്കിൽ 15 മാർക്കിൻ്റെതാണോ എന്നുള്ളത് പ്രോപ്പറായിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വേണം ഫേസിംഗ് ഷീറ്റ് അറ്റാച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു ഫേസിംഗ് ഷീറ്റിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളത്. ഇനിയിപ്പോൾ ആരെങ്കിലും അത് അറിയാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് തന്നെ കഴിഞ്ഞ വീഡിയോസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ ഫേസിംഗ് ഷീറ്റ് ഏതൊക്കെ ഫേസിംഗ് ഷീറ്റ് ആണ് വരുന്നത് എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫേസിംഗ് ഷീറ്റ് 1 വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫേസിംഗ് ഷീറ്റ് 2 വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഫേസിംഗ് ഷീറ്റ് 1ഉം 2ഉം എങ്ങനെ ഫില്ല് ചെയ്യണം എന്നുള്ളത് കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ടൊന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫേസിംഗ് ഷീറ്റ് ഇപ്പോൾ നിങ്ങൾ അറ്റാച്ച് ചെയ്യുന്നതോടൊപ്പം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഫേസിംഗ് ഷീറ്റ് ഏതാണ് അറ്റാച്ച് ചെയ്യുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഫേസിംഗ് ഷീറ്റ് 1 ആണോ ഫേസിംഗ് ഷീറ്റ് 2 ആണോ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കിയിട്ട് വേണം, അതിനനുസരിച്ച് വേണം ഈ ഒരു PDF ആക്കിയതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ഒരു ഫയലിനോടൊപ്പം അറ്റാച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഫേസിംഗ് ഷീറ്റ് 1ഉം 2ഉം മാത്രമല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അത് എത്ര മാർക്കിന്റെ ഫേസിംഗ് ഷീറ്റ് ആണെന്നുള്ളത് കൂടി ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം നമുക്ക് 10 മാർക്കിന്റെ ഫേസിംഗ് ഷീറ്റും വരുന്നുണ്ട്, അതുപോലെ തന്നെ 15 മാർക്കിന്റെ ഫേസിംഗ് ഷീറ്റും ഉണ്ടായിരിക്കും. അപ്പോൾ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഫേസിംഗ് ഷീറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിലെന്തെങ്കിലും കൺഫ്യൂഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം അത് ഫില്ല് ചെയ്യുകയും അതുപോലെ തന്നെ ഫേസിംഗ് ഷീറ്റ് അറ്റാച്ച് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു നമ്മുടെ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ പുറത്തുനിന്നുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഫേസിംഗ് ഷീറ്റ് വെച്ചത് ശരിയാണോ അല്ലേ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രം ഫേസിംഗ് ഷീറ്റ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫേസിംഗ് ഷീറ്റുമായി ബന്ധപ്പെട്ട് ഈ ഒരു അസൈൻമെന്റുമായി ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്